നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തലയോലപ്പറമ്പുകാരി ബിന്ദു എന്ന 52-കാരിയുടെ മരണത്തിന് ഉത്തരവാദി ആര്? കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണാണ് ബിന്ദു മരിച്ചത്. രാവിലെ 10:30-ക്കായിരുന്നു അപകടം. കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് ബിന്ദുവിനെ പുറത്തെടുത്തത് 1 മണിയോടെയാണ്. അപകടം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞാണ് തെരച്ചിൽ തന്നെ തുടങ്ങിയത്. അപകടം നടക്കുമ്പോൾ കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മേഖലാതല വികസന അവലോകന യോഗം നടക്കുകയായിരുന്നു. അവിടെ നിന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും കോട്ടയം ജില്ലക്കാരനായ മന്ത്രി VN വാസവനും അപകട സ്ഥലത്തേക്ക് ഓടി വന്നു. ഇത് ഒഴിഞ്ഞ കെട്ടിടമായിരുന്നുവെന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞ് സ്വയം രക്ഷപ്പെടാനുള്ള ന്യായീകരണമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയത്. പിന്നീട് ബിന്ദുവിൻ്റെ മകൾ കരഞ്ഞു പറയുമ്പോഴാണ് ബിന്ദുവിനെ കാണുന്നില്ലെന്ന് തിരിച്ചറിയുന്നതും തെരച്ചിൽ തുടങ്ങിയതും. അപ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന മെഡിക്കൽ കോളേജിൽ ഉപയോഗത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഒരു കെട്ടിടം തകർന്നു വീണാൽ അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതല്ല മന്ത്രി ചെയ്തത്. ഉദ്യോഗസ്ഥർ പറഞ്ഞത് കേട്ട് താൻ പറയുകയായിരുന്നു എന്നാണ് പിന്നീടും മന്ത്രി ന്യായീകരിച്ചത്. അങ്ങനെ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് ഒന്നും തിരക്കാതെ പറയാനാണെങ്കിൽ വകുപ്പിന് എന്തിനാണ് ഇങ്ങനെയൊരു മന്ത്രി? സിസ്റ്റത്തിലെ പിഴവെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. ശരിയാണ്, സിസ്റ്റത്തിലെ പിഴവ് തിരുത്താൻ കഴിയാത്ത മന്ത്രിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതല്ലേ ഈ ന്യായീകരണം? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ്. ബിന്ദു എന്ന ഒരു 52 വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതും ശരിയായ സമയത്ത് തിരച്ചിൽ നടത്താൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴൊന്നും അവിടെ ആളില്ല, ഒഴിഞ്ഞ കെട്ടിടമാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയായിരുന്നു മന്ത്രി. പിന്നീടാണ് തിരച്ചിൽ പോലും നടക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഇത് ഗുരുതരമായ പിഴവ്, അനാസ്ഥയാണ് ആസ്പത്രിക്കാരുടെ. അതായത് ഈ ജീർണാവസ്ഥയിലെ ഈ ബിൽഡിംഗ് എല്ലാം അവര് ആദ്യം പൊളിക്കണ്ടേ? ഇത് ആപത്ത് വന്ന് ചേർന്നിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമല്ല. ഏത് കാര്യം നമ്മളിപ്പോ ചളിക്കുണ്ടില് അല്ലെങ്കിൽ കച്ചറക്കുണ്ടില് വീഴാണ്ടിരിക്കാനല്ല നോക്കണ്ടേ. പിന്നെ ആ ഓൺ ദ സ്പോട്ടിൽ മന്ത്രി വന്നിന്. പക്ഷെ മന്ത്രി വന്നു കഴിഞ്ഞാലും അതിന് കണക്കായിട്ടുള്ള പിന്നെ എല്ലാം ശ്രദ്ധിച്ചിട്ടെല്ലാം കൈകാര്യം ചെയ്യേണ്ടതല്ലേ. ആ പദവിയിൽ നിൽക്കുമ്പോൾ അതിന് അല്ലെങ്കിൽ അത് ഏറ്റെടുക്കും. ഇപ്പൊ സാർ ഇപ്പോ പിന്നെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള നല്ല ഫേമസ് ജേർണലിസ്റ്റ് ആ പദവിയിൽ നിൽക്കുന്ന താങ്കളുടെ പിന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് അല്ലേ. അതേപോലെ ഈ മന്ത്രി സ്ഥാനത്ത് ഏതാണോ, ഏത് പാർട്ടിക്കാരായാലും അവര് വളരെ മേലുകാർക്കും ഓൾവേസ് ബി കെയർഫുൾ ആയിരിക്കണം. മേലുകാർക്കും കണ്ടുപോകണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, ഇങ്ങനെ ഒരു സ്ഥലത്ത് അപകടമുണ്ടായാൽ ആദ്യം വേണ്ടത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അതിനുള്ള തെരച്ചിലാണ്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ പറയേണ്ടത്. പക്ഷേ അപ്പോൾ തന്നെ മന്ത്രിക്ക് ഈ ന്യായീകരണത്തിനായിരുന്നു തിരക്ക്. അത് ഒഴിപ്പിച്ച കെട്ടിടമാണ്, പുതിയ കെട്ടിടം പണിഞ്ഞു എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീടാണ് തെരച്ചിൽ പോലും തുടങ്ങിയത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ നമസ്കാരം. സാറേ നമസ്കാരം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മന്ത്രി, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഭരണകൂടം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് തേടലാണ്. ആയിരക്കണക്കിന് റിപ്പോർട്ട് തേടി ആ സമയത്ത് അവരങ്ങ് റിപ്പോർട്ട് തേടും, മുങ്ങും. ഇതല്ലാതെ ഒരു ഭാഗവും നടക്കുന്നില്ല. ഹൈടെക് എന്ന് കൊട്ടിഘോഷിച്ചതാണ് ഇതെല്ലാം. ഈ റോഡുകളും ഈ ബിൽഡിങ്ങുകളും എല്ലാം ഹൈടെക് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചതാണ്. എന്ത് പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുന്നത്? ഇവർ ഈ വന്ന് ഇത് 10-68 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. കെട്ടിടമാണ് സാർ. എനിക്ക് ആർപ്പക്കര മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ വെറും പാവങ്ങൾ മാത്രം വരുന്ന ഒരു മെഡിക്കൽ കോളേജ് അല്ല അത്. ഒരുമാതിരി സാമ്പത്തികം ഉള്ളതും പ്രൈവറ്റിൽ പോകാൻ പറ്റുമെന്നുള്ളവരും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ അത്ര വിശ്വാസമുള്ള ഒരു മെഡിക്കൽ കോളേജ് ആയിരുന്നത്. ഈ സ്ത്രീക്ക് തന്നെ കൃത്യമായിട്ടും പ്രൈവറ്റിൽ പോകാനുള്ള ഒരു സാമ്പത്തികം ഉള്ള സ്ത്രീയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇവർക്ക് ഈ വന്നപ്പോ തന്നെ തെരച്ചില് ചാണ്ടിയോമൻ പറഞ്ഞപ്പോ അധികൃതർ പറഞ്ഞപ്പോ 10 മിനിറ്റിനകത്ത് ഇത് തിരയാന്നാണ് അവർ പറഞ്ഞെന്ന് പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 2.5 മണിക്കൂറായ പിന്നാണ് അവർ ഈ ഇത് സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഏതെങ്കിലും ഒരു ഡോക്ടർ വിചാരിച്ച് എന്തെങ്കിലും ആരെങ്കിലും വിളിച്ച് പറഞ്ഞ ഒരു JCB കൊണ്ടുവന്ന് ജസ്റ്റ് വെറുതെ വന്ന് ആരും ഇല്ലെങ്കിലും ഒന്ന് വലിച്ചു മാറ്റി നോക്കാമല്ലോ. മര്യാദ ഉണ്ടായിരുന്നു, ആളുണ്ടായിരുന്നെങ്കിലും ഒക്കെ
അത് ഒന്ന് പരിശോധിക്കുക എന്നൊരു മര്യാദ ഉണ്ടായിരുന്നു. അതായിരുന്നു മാനുഷികമായി ചെയ്യേണ്ടത്. ഇനി ഉദ്യോഗസ്ഥർ അങ്ങനെ പറഞ്ഞാലും അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം അവിടെ ആളില്ല എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കൂ എന്ന് നിർദ്ദേശം കൊടുക്കാൻ ആർജവം കാണിക്കേണ്ട, സാമാന്യ ബുദ്ധി കാണിക്കേണ്ട ഒരാളാണ് ഈ മന്ത്രി സ്ഥാനത്ത് ഇരിക്കേണ്ടത്. അങ്ങനെയല്ല പക്ഷേ മന്ത്രി അപ്പോൾ ചെയ്തത്. തനിക്ക് രക്ഷപ്പെടാൻ എന്ത് വഴി എന്നുള്ള ന്യായീകരണത്തിനാണ് ആ സമയത്തൊക്കെ തിരക്ക് പിടിച്ചത് എന്നുകൂടി പറയേണ്ടി വരും. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. ഞാൻ ആ മരണപ്പെട്ട വീട്ടമ്മയുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് സാർ. നമ്മളൊക്കെ ഇതൊക്കെ ചർച്ച നടത്തി മന്ത്രി അതും പറഞ്ഞ് AC കാറിലെ ബംഗ്ലാവിൽ അങ്ങ് പോകും. ഇവിടുത്തെ സ്ഥിതി എന്താണ് സാർ? ആരോഗ്യ കേരളം, മികച്ച കേരളം, നമ്പർ 1. നമ്മുടെ ബഹുമാന്യനായ വാസവ മിനിസ്റ്റർ പറയുന്നത് കേട്ടു, 2016 ശേഷമാണ് ഇതിന്റെ പണി തുടങ്ങിയത്. അതിനു മുമ്പ് മുഴുവൻ ഭരിച്ചത് UDF കോൺഗ്രസ് എന്നുള്ള ധാരണയാണ്. 2011 വരെ ഈ ഇടതുപക്ഷല്ലേ ഗവൺമെന്റ് അല്ലേ ഭരിച്ചത്. 68 കൊല്ലം എന്ന് പറയുമ്പോ ആ സമയത്ത് തന്നെ ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിന് 57 വർഷം പഴക്കമുണ്ടല്ലോ സാർ. അപ്പൊ ബഹുമാന്യ മിനിസ്റ്റർ അവിടെ ക്രെഡിറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ വന്നതിന് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ പൊതുജനത്തിന്റെ നികുതി പണമല്ലേ, ആ മരണപ്പെട്ട വീട്ടമ്മയുടെ കൂടി നികുതി പണമല്ലേ ഇവരെടുത്ത് ഈ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇവരെ ഇവിടുന്ന് പാർട്ടി ഓഫീസിൽ കൊണ്ടുവരുന്നതാണോ? ഇവരെവിടെയും അവനവൻ രക്ഷപ്പെടുവാനുള്ള ക്രെഡിറ്റ് മന്ത്രി എന്താ വന്ന ഉടനെ ചെയ്തത്? ഷൈൻ ചെയ്യാം, ആളൊഴിഞ്ഞ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെയൊക്കെ മാറ്റി സുരക്ഷിതമാണ്. പക്ഷെ അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ, ആജ്ഞാപിക്കാൻ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിക്കോ അല്ലെങ്കിൽ MLA-ക്കോ അധികാരമില്ലേ സാർ? ആജ്ഞാപിക്കേണ്ട ഉദ്യോഗസ്ഥരോട് നിങ്ങൾ അതൊക്കെ വിടൂ. അതിനുള്ളിൽ ഏതെങ്കിലും ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രവർത്തനം നടത്തൂ, തിരച്ചിൽ നടത്തൂ എന്ന് പറയേണ്ട മന്ത്രി വന്നപ്പോൾ തന്റെ കൈ കഴുകി രക്ഷപ്പെടാൻ, തന്റെ ക്രെഡിറ്റ് അടിക്കാൻ, ഞങ്ങളുടെ മന്ത്രിസഭയുടെ ക്രെഡിറ്റ് എടുക്കാൻ ഇതൊക്കെ ജനം നോക്കിക്കിട്ടുന്നത് ബാലകൃഷ്ണ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തൊന്നും. ശ്രീ ശിവദാസൻ, ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ പഴയ കെട്ടിടമാണ്, 68 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് മുന്നിൽ അങ്ങനെ ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല, ഈ കെട്ടിട അപകടാവസ്ഥയിലാണ്, അതിൽ കയറരുത്. അങ്ങനെ ബോർഡ് വെച്ചാൽ പോലും ആളുകളൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ തിക്കും തിരക്കുന്ന സ്ഥലത്ത് അവിടെ ശുചിമുറി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശുചിമുറിയിലൊക്കെ ആളുകൾ കയറുക സ്വാഭാവികമാണ്. അത് പരിശോധിക്കുന്നതിനൊക്കെ മുമ്പ് ഇവിടെ ആളില്ല, ഒഴിഞ്ഞ കെട്ടിടമാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ന്യായീകരണവുമായി നിൽക്കുക, അതാണോ വേണ്ടത് ഒരു മന്ത്രി? നമസ്കാരം സാർ. നമസ്കാരം സാറേ, നമ്മള് സാധാരണക്കാരും പണമുള്ളവർ ആരായാലും അവസാനം ഇവിടെ മെഡിക്കൽ കോളേജ്, ലാസ്റ്റ് ഇവിടെ മെഡിക്കൽ കോളേജിലാണ്. ആ മെഡിക്കൽ കോളേജ് രോഗിയായിട്ട് പോകുന്നവരെ കടത്തി ചികിത്സ ചെയ്ത് സുഖം പ്രാപിച്ച് വീട്ടിൽ വിടുന്ന ഉത്തരവാദിത്വം. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു ഹോസ്പിറ്റലാണ്. അത് സംഭവിച്ചു പോയി, അത് തെറ്റുപറ്റി സംഭവിച്ചു പോയി. വന്ന ഉടനെ നമ്മൾ MLA-യും മന്ത്രിയും നമ്മളെ പൈസ മാറ്റി പണം പറ്റി ജീവിക്കുന്ന അവർ എന്താ പറഞ്ഞത്? ഒരു കുഴപ്പമില്ല, അവിടെ നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, ആരും അവിടെ ഇല്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് പോലും അവിടെ നിന്ന് ഒരാൾ പറയണം നമുക്കൊന്ന് നോക്കാം. ഞാൻ പറയക്കൂടി, നമുക്ക് നോക്കാം. ഇല്ല, നിങ്ങൾ ജോലി നോക്കി നമ്മളെ ജോലി തടസ്സപ്പെടുത്തരുത് എന്ന് വിരട്ടി വിട്ടിരിക്കുകയാണ്. അതാണ് ഒരു മന്ത്രി ആരും പറയേണ്ടത്. അത് മഹാ തെറ്റാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ എന്ത് ഉദ്ദേശത്തിലാണ് ഇത്രയും ഈ സംസാരിക്കുന്നത്? അവർ എല്ലാ അധികാരം കൊടുത്താൽ നമ്മൾ ശമ്പളം കൊടുത്ത് നികുതി പണം പിരിച്ച് നമ്മളെ പാവപ്പെട്ടവർക്ക് പോകാനുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ അദ്ദേഹം സംഭവിക്കുമ്പോൾ ഇവരിങ്ങനെ പറയുന്നത് ഇവരാരാണ്, എന്താണ് ഇവർ ചെയ്യേണ്ടത്? ഇത്രയും കൂടി ചെയ്യേണ്ടത് നിയമ നടപടി, അതായത് തടസ്സപ്പെടുത്തിയതിന് നമ്മള് അവിടെ നിന്ന് ജനങ്ങൾ അവിടെ നിന്ന് മറ്റെല്ലാവർക്കും കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി പോയപ്പോൾ നിങ്ങൾ മാറി നിൽക്കണം, നിങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റരുത്, മാറി സെക്യൂരിറ്റിയെ വിട്ട് തള്ളി മാറ്റി വിട്ട ഈ വാസവൻ സാറും മേഡവും കൂടി അവരെ പേരിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. സന്തോഷിലേക്ക് കടക്കും മുമ്പ് 1-2 കമന്റുകൾ കൂടി. ശ്രീ ഷിജു കിരിയത്ത് പറയുന്നു, ഗവൺമെന്റ് ആസ് വെൽ ആസ് ദി എംപ്ലോയീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് എന്ന് പറയുന്നു. അതെല്ലാം ശരിയാണ്. ഗവൺമെന്റ് മാത്രമല്ല, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെല്ലാം അതിന് റെസ്പോൺസിബിൾ ആണ്. ആ ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ അവരെ നിലക്ക് നിർത്താനും അവരെ കൈകാര്യം ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തമാണ് ഭരണകൂടത്തിനുള്ളത്. ഏത് ഭരണകൂടമായാലും മന്ത്രിയായാലും. അല്ലാതെ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് നിൽക്കാനാണെങ്കിൽ മുകളിലൊരു ഉദ്യോഗസ്ഥനെ വെച്ചാൽ മതിയല്ലോ, അതിന് മുകളിൽ മന്ത്രിയൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രീ സന്തോഷ് കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. കേരളം നമ്പർ 1. ഇന്ന് ദൈവാധീനം കൊണ്ട് ഒരു നമ്പർ 1 ഓരോ ആൾ മാത്രമേ മരിച്ചുള്ളൂ. കുളിക്കാൻ പോയവരെ കുളിപ്പിച്ച് കിടത്തിയ സർക്കാരാണ് ഇതെന്ന് എനിക്ക് പറയാം. കാരണം ഈ ഉപയോഗശൂന്യമായ ഈ കെട്ടിടം അവിടെ ഒരു സൈൻ ബോർഡ് വെക്കാം, ഒന്ന് ഇല്ലെങ്കിൽ ഒരു
ഏതെങ്കിലും കുറച്ച് അവിടെ കിടക്കുന്ന ബെഡോ കട്ടിലോ എന്തും കൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് ആരെങ്കിലും അങ്ങോട്ട് പോകുമോ എന്ന് സൂപ്രണ്ട് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം ഹെഡ് നേഴ്സിനാണെന്ന്. അവിടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് നേഴ്സ് ഈ 10 ആള് പോകുമ്പോൾ 10 ആളോടും പറയാൻ പറ്റും അവിടെ ആ ബാത്റൂം ഉപയോഗശൂന്യമാണെന്ന്. എന്നിട്ട് ആ രാവിലെ പറഞ്ഞു ആ നിലയിൽ ആരുമില്ല. 10ഉം 11ഉം വാർഡ് അവിടെ ഉണ്ട്. ഇപ്പൊ അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ മന്ത്രി പറഞ്ഞതിന് തൊട്ട് പിന്നാലെ പറഞ്ഞല്ലോ അവിടെ തൊട്ടടുത്ത് വാർഡുണ്ട്, ആ വാർഡിലെ ആളുകളൊക്കെ അവിടെ പോകുന്നതാണ്, ആ വാർഡിലെ ഒക്കെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. തൊട്ടടുത്ത് തന്നെ അല്ലേ ഇതെല്ലാം? അല്ലാതെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തൊന്നും മാറി നിൽക്കുന്ന ഒരു കെട്ടിടമൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ അവിടുത്തെ സൂപ്രണ്ടും ഇവിടെ ഡോക്ടറും മറ്റേ വാസവനും വീണ ജോർജ് എന്താ പറഞ്ഞത്? അവിടെ ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, ഇവിടെ ആരുമില്ല, ഇനി ഈ 2 ആളെ ഉള്ളൂ, ഈ പരിക്ക് പറ്റിയ 2 ആൾക്കാരേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാവിലെ 11 മണിക്ക് ഒരു അപകടം നടന്നിട്ട് 1 മണിക്ക് ശേഷമല്ല അവരെ അവിടെ നിന്ന് റിസ്ക് ചെയ്യാൻ പറ്റിയത്. അവിടെ ഇനി അതിൻ്റെ ഉള്ളിൽ ആള് കിടപ്പുണ്ടെന്ന് നമുക്ക് ആർക്കറിയായിരുന്നു? കാരണം ഓരോരാൾക്കാർ ആരൊക്കെയാ വന്നത്, കൂട്ടിരിപ്പാരല്ലാതെ വന്ന് ഇരിക്കുന്നവരും ഉണ്ടാവില്ലേ? അപ്പൊ ഒരു കെട്ടിടം തകർന്നു വീഴുമ്പോൾ അത് നോക്കുകയല്ല വേണ്ടത്. അതിന് ഈ മന്ത്രിമാർ ആദ്യം പറയുമ്പോ പിന്നെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ പിന്നെ അതിന് മെനക്കെടൂല. അതല്ലേ ഇപ്പൊ നമ്പർ 1 ആണ് ഒരു സിസ്റ്റം. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അതുകൊണ്ട് സിസ്റ്റം കംപ്ലൈന്റ് ആണ്. സിസ്റ്റത്തിന്റെ മുകളിൽ തലപ്പത്തിരിക്കുന്ന ഈ വൈറസിനെയാണ് അവിടെ ഒഴിവാക്കേണ്ടത്. വൈറസ് വന്നു കഴിഞ്ഞാൽ വൈറസ് ഒഴിവാക്കണം. അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ആ തരത്തിലേക്ക് വിമർശനമാവാം. വൈറസ് ഒന്നും പറയേണ്ടതല്ല, അവരുടെ തെറ്റിന്റെ കാര്യത്തിൽ നമുക്ക് വിമർശിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ അവിടെ വികസന കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ നേതാക്കന്മാർ. ഇവിടെ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാർ ഇന്ന് ഓടിയെത്തിയിട്ടുണ്ടല്ലോ. ആ പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാര് രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് എന്തെന്നാണ് നടക്കുന്നത്, എവിടെയാ അവർ അവലോകനം നടത്തുന്നത്, അതാദ്യം അവര് നേതാക്കന്മാരോട് ചോദിക്കണം. പിന്നെ മന്ത്രിമാര് അതെ, ഒരു ആശുപത്രിയിലെ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ പ്രതിപക്ഷ കക്ഷികളും ഒക്കെ കാണും. പക്ഷേ ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വവും രണ്ടാമത്തെ ഉത്തരവാദിത്വവും ഒക്കെ ആർക്കാണ്? അത് ഭരിക്കുന്ന സർക്കാരിനും അതിന്റെ ഭരിക്കുന്ന അവിടുത്തെ MLA ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ അല്ലേ? അല്ലാതെ അവിടെ വികസന കമ്മിറ്റി ഉള്ളതുകൊണ്ട് വികസന കമ്മിറ്റി ഈ എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം അവർക്കാണെന്ന് പറയുന്നത് എവിടുത്തെ ന്യായം? അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന പുതിയ ബിൽഡിങ്ങുകളുടെ എല്ലാം ക്രെഡിറ്റും അവർക്ക് കൂടി കൊടുക്കണ്ടേ? അതല്ലല്ലോ, ആശുപത്രി കെട്ടിടത്തിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. ഈ ആശുപത്രി കെട്ടിടത്തിന്റെ ഉത്തരവാദിത്തത്തിന് അപ്പുറമാണല്ലോ ചോദ്യം. ഒരു ആശുപത്രിയിൽ ഒരു വീഴാറായ കെട്ടിടം നിൽക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വീഴാറാവുന്നവർ പ്രതീക്ഷ കാണില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു അപകട ബോർഡോ ഒന്നും വെച്ച് കാണില്ല. അതെല്ലാം സംഭവിച്ചു, ഒരു അബദ്ധം പറ്റിപ്പോയി. ഒരു അപകടം ഉണ്ടായാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അപകടത്തിൽ പെട്ടവരെ രക്ഷപ്പെടുത്താനല്ലേ ശ്രമിക്കേണ്ടത്. അതിന് പകരം അവിടെ ആളില്ല എന്ന് പറയുന്നതാണോ മന്ത്രി ചെയ്യേണ്ടത്? അതല്ല പ്രതിപക്ഷ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഗവൺമെന്റിനെ അല്ല, പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ശ്രീ സൂപ്പി, ഇത് ആരെയാണ് പിന്നെ കുറ്റപ്പെടുത്തേണ്ടത്? ഒരു മന്ത്രി അവിടെ പോയിട്ട് പറയുകയാണ് ഇവിടെ ഒഴിഞ്ഞ കെട്ടിടമാണ്, ഇനി ആളില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ ആളില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ ഉണ്ടോ എന്ന് ആവർത്തിച്ച് നോക്കി ഉറപ്പാക്കണമെന്നല്ലേ ആവശ്യപ്പെടേണ്ടത്? അതങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ കക്ഷി ഈ സമയത്ത് അതല്ലല്ലോ പറയേണ്ടത്. പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞാണോ താങ്കൾക്ക് വിഷയം? പ്രതിപക്ഷ കക്ഷികൾ ഇത് തന്നെയാണ് പറയേണ്ടത്. അവർ കുറെ കൂടി മര്യാദക്കാരായ പ്രതിപക്ഷ കക്ഷികളായെന്ന് തോന്നുന്നു അവിടെ ഉള്ളതായിരുന്നു. മറ്റു സ്ഥലങ്ങളിലായി ചിലപ്പോഴായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടായേനെ. ഏതായാലും മരണപ്പെട്ടു പോയതിലോ അദ്ദേഹം ഭയങ്കര ദുഃഖത്തല്ലേ. മരണപ്പെട്ടു പോയതിന് ഉത്തരവാദി ആരാണ്? അതാണ് പറയേണ്ടത് താങ്കൾ. അതല്ലേ വേറെ നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. പ്രതിപക്ഷ ചെയ്യാനല്ലേ ഒരു സർക്കാർ ഉള്ളത്. അത് ചെയ്യാൻ അവർ ചെയ്യും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ശരി, ഓക്കെ. ശ്രീ, നമ്മൾ ചില തെറ്റുകൾ വരുമ്പോൾ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തിയാണ് ഏത് സർക്കാരായാലും ഏത് മനുഷ്യരായാലും മുന്നോട്ട് പോകേണ്ടത്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ അത് നിങ്ങൾ എതിരാണ്, സർക്കാരിനെതിരാണ് എന്ന് വാദിക്കാൻ തുടങ്ങിയാൽ ഏത് സർക്കാരായാലും ഏത് സംവിധാനമായാലും പതുക്കെ പതുക്കെ തെറ്റുകളിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. അത് തെറ്റുകൾ തിരിച്ചറിയാൻ അധികാരികൾക്കും കഴിയാത്ത അവസ്ഥയുണ്ടാവും. അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഭയങ്കര ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിപ്പോയത്. ആ 2 മണിക്കൂർ വേസ്റ്റ് ആയില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ രക്ഷപ്പെട്ടേനെന്നാണ് എനിക്ക് തോന്നിയത്. ആ 2 മക്കൾക്ക് അമ്മയും പോയി, ആ ഭർത്താവിന് ഭാര്യയും പോയി. അവരുടെ ജീവിത അവസാനം വരെ ഇനി ഇത് മറക്കാൻ പറ്റത്തില്ല. ഈ മന്ത്രിമാര് വന്നു നിന്ന് വെറുതെ അഭ്യാസം കാണിച്ചത് കൊണ്ടാണ് ആ 2-2.5 മണിക്കൂർ പോയത്. പിന്നെ ന്യായവും കൂടെ പറയുന്നത് ശരിയല്ല. അവര് രാജിവെച്ച് പുറത്തു പോകണം. അവർക്ക് ഇത് ആരോഗ്യം ഭരിക്കാനുള്ള കടപ്പാടില്ല അവർക്ക്. അവർക്ക് ന്യൂസും വായിച്ചോണ്ട് ഇരിക്കാൻ അവര് ഭയങ്കര മിടുക്കിയാണ് ന്യൂസ് വായിക്കാൻ. അതിനും കാണും പോവട്ടെ. ഈ പാവത്തുങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിച്ച് മന്ത്രിയായിട്ടിരിക്കാനുള്ള
ഒരു യോഗ്യത അവർക്കില്ല. എനിക്ക് പനിയാണ് കിരൺ, അതുകൊണ്ടാണ് എന്റെ വല്ലാതെ സൗണ്ട്, എനിക്ക് ചുമയൊക്കെ ഉണ്ട് കേട്ടോ. സോറി. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ ആ സമയത്ത് പ്രതികരിച്ചതിന് നന്ദി. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ്, പേര് കേട്ട ഒരു മെഡിക്കൽ കോളേജാണ്. ഞങ്ങളെല്ലാം ഏറിയ ഞങ്ങളെല്ലാം അവിടെ പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ആശുപത്രിയിൽ നടന്ന ആ സംഭവം, ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ ആ മരണത്തിന് നമ്മൾ അഗാധമായ ദുഃഖം കേരള ജനതയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം ആ കുടുംബത്തിനൊപ്പം നിൽക്കുകയാണ്. അതാണ് എനിക്ക് ആദ്യം പറയാവുന്നത്. പിന്നെ നമ്മുടെ ഈ കുറച്ച് കാലമായിട്ട് ഈ കേരളത്തിൽ നടക്കുന്ന ആരോഗ്യ മേഖല നടക്കുന്ന സംഭവങ്ങളൊക്കെ സാറിനൊക്കെ നമുക്കെല്ലാം നിങ്ങളെല്ലാം വാർത്ത ചെയ്യുന്നതാണ്. ഇതെന്തൊരു സംഭവമാണ് ഈ കേരളം ഉണ്ടാകുന്നത്. പഴയ കെട്ടിടം ഉണ്ട്, അത് അവിടെ ബ്ലോക്ക് ചെയ്യണ്ടേ? ബ്ലോക്ക് ചെയ്തല്ലേ ആൾക്കാർ അങ്ങോട്ട്, രോഗികളാണെങ്കിലും അവരെ കൂട്ടിരിപ്പുകാരെങ്കിലും അങ്ങോട്ട് പോകാതിരിക്കുള്ളൂ. ഇതൊന്നും ചെയ്യാതെ കണ്ട് തുറന്നു കൊടുത്തേച്ച് അതെല്ലാം പൂട്ടിയിട്ടേച്ച് പോകാം, ഇപ്പോൾ അവിടെ ആരും കയറുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി, അത് രോഗികളെ രക്ഷിക്കേണ്ട മന്ത്രി, നമ്മുടെ ജനങ്ങളെ രക്ഷിക്കേണ്ട ഒരു മന്ത്രി, അവിടുത്തെ MLA കൂടെ വന്നു പറഞ്ഞ ആ വാക്ക് നിങ്ങളൊക്കെ ആ TV കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. അവിടെ അത് നേരത്തെ അവൻ രോഗികളും പറയുന്നുണ്ട്, അവിടെ ഓടിയല്ലേ രക്ഷപ്പെടുന്നത്, എത്ര പേര് രക്ഷപ്പെടുന്നു. അതുകൊണ്ട് ഈ വീണ ജോറിനൊന്നും ഈ റിസിയാറിന് നടത്തി ജനങ്ങളുടെ ഷൈൻ ചെയ്താൽ നടക്കാനേ ഇവർക്ക് ഒക്കുള്ളൂ. ഇവരെ എത്രയും പെട്ടെന്ന് ഉള്ളത് പറഞ്ഞാൽ ഗവർണർ ഇടപെട്ട് ഈ മന്ത്രിയൊക്കെ ഇവിടുന്ന് ഒരു 3-4 മന്ത്രിമാരുണ്ട്, അവരെയൊക്കെ മാറ്റിയില്ല. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ ഈ വിഷയത്തോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? വളരെ സങ്കടകരമാണ് കിരൺ ബാബു. ഇത് ഉത്തരവാദിത്തമില്ലായ്മ. ഇത് നമ്മള് പ്രതിപക്ഷമല്ല ചെയ്യേണ്ട, ഈ ഭരണപക്ഷം ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇതൊക്കെ. ഇപ്പൊ ഈ ഇന്ന് മറ്റേ ഏതെങ്കിലും മിക്കവാറും BPL കാർഡപ്പെട്ട ഒരു പാവപ്പെട്ട ആളായിരിക്കും. അത് കാരണം അങ്ങനത്തെ ആളാണ് ഈ ആശുപത്രിയിലേക്ക് പോവുക. ഈ ഇടിഞ്ഞു പൊളിയാനായ 70 കൊല്ലം പ്രായമുള്ള കെട്ടിടം പൊളിച്ച് മാറ്റേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇതൊക്കെ ശരിക്കും പറഞ്ഞാണല്ലോ ഈ നാട്ടില് മിക്കവാറും ആശുപത്രിയുടെ അവസ്ഥ ഇങ്ങനെ കിരൺ ബാബു. ഇവര് വെറുതെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്നത്. കുറെ ആശുപത്രി നല്ല ബിൽഡിംഗ് കണ്ടിട്ടുണ്ട്, പക്ഷെ മിക്കവാറും. ശ്രീദാസൻ, അങ്ങനെയല്ല. കേരളത്തിന്റെ ഒരു പൊതുജന ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കിയാലും വളരെ മെച്ചപ്പെടും. ഇവിടെ തന്നെ ഇത്രയും ആളുകൾ എത്തുന്നത് അവിടെ മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നുണ്ട്. വർഷങ്ങളായി കോട്ടയം മെഡിക്കൽ കോളേജ് നല്ല പേരുള്ള മെഡിക്കൽ കോളേജാണ്. ഒരുപാട് പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ പോയിട്ട് പോലും കഴിയാത്ത രോഗങ്ങൾക്കും അല്ലെങ്കിൽ അതിന് ശേഷിയില്ലാത്ത ആളുകളും ഒക്കെ വിശ്വാസപൂർവ്വം, ശേഷിയുള്ളവരടക്കം വിശ്വാസപൂർവ്വം ആർജിക്കുന്ന ആശുപത്രിയൊക്കെയാണ്. അതിലൊന്നും സംശയമില്ല. പക്ഷെ അതല്ലല്ലോ ഇവിടെ പ്രശ്നം. അതുകൊണ്ട് മറ്റു തെറ്റുകളൊന്നും പറയരുത്, മറ്റ് എല്ലാം നല്ലതാണ് എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അല്ല, ഇതിപ്പോ കിരൺ ബാബു ആലോചിച്ച് നോക്ക്. ഇപ്പോ ഇത്രയും പ്രായമുള്ള 70 കൊല്ലം മുമ്പ് ഇപ്പൊ മന്ത്രി വന്നിട്ട് 2 മന്ത്രിമാരെ പറയാം അവരെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യമായിട്ട് നോക്കണം, ഇതിനുള്ള ആരും പെട്ടുപോയിട്ട് നോക്കണമെന്നല്ലേ പറയണ്ടേ? അവരാദ്യം പറഞ്ഞെന്നാ ഇത് ആരും ഇതിനകത്തില്ല, ഇതിപ്പോ ഡോക്ടർമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പറഞ്ഞു. ഇവരെ കയ്യിലുള്ള കുറെ പിടിപ്പുകേടാണ്. കാര്യം ഈ ആശുപത്രിക്ക് നല്ല ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാവട്ടെ. കുറെ ആരെ പിടിപ്പുകേട് ഇനിയുണ്ട്. മാറ്റാൻ ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെന്റ് മാറ്റണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൈക്കിളാണ് പീരുമേടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൈക്കിൾ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടാകുമ്പോൾ അത്തരമൊരു അപകട സ്ഥലത്ത് ആദ്യം ആ കെട്ടിടത്തിനുള്ളിൽ ആളില്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏതൊരാളിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ഉത്തരവാദിത്തം. പക്ഷെ അവിടെ ആളില്ല എന്ന്, അവിടെ ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ന്യായീകരണത്തിനുള്ള വഴിയാണ് ആദ്യം തന്നെ മന്ത്രി തേടിയത്. പിന്നെയും മന്ത്രി വന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ അന്ന് ആ സമയത്ത് അങ്ങനെയാണ് പറഞ്ഞത്, തനിക്ക് ആ വിവരം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് പറയാൻ നിൽക്കുന്ന ആകരുതല്ലോ മന്ത്രി. ഞാൻ ആദ്യമായി പ്രിയ സഹോദരിക്ക് അനുശോചനം രേഖപ്പെടുത്തുക. ഇപ്പൊ ഞാൻ ഈ വാർത്ത കേട്ടത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാ. ഹലോ, ശരി, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ഇപ്പം പീരിമേട്ടിലാണ്. ഞാൻ ഈ വാർത്ത കേട്ടിട്ടാണ് നിങ്ങൾ പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എത്രമാത്രം ശരിയാണോ തെറ്റാണെന്ന് എനിക്ക് നേരിട്ട് അറിയത്തില്ല. അതൊരു സംഭവം. പിന്നെ മറ്റൊന്ന്, ഇത് നേരത്തെ അപകടം ഉണ്ടാകും എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്ര മോശമാക്കാൻ കുറെ ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുക. അതിന്റെ ഒരു ഭാഗമായിട്ടാ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. പീരിമേട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇടുക്കി പീരിമേട്ടിൽ ഒരു ഡാമുണ്ട്, മുല്ലപ്പെരിയാർ ഡാം. 5 ലക്ഷം പേരുടെ ജീവൻ കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് കാലാവധി കഴിഞ്ഞതാ. അതിന് സംസാരിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആ പ്രതിപക്ഷ നേതാവിനൊക്കെ ഇങ്ങോട്ട് പീരിമേട്ടിലോട്ടൊന്ന് വരാൻ പറ, ആ കുമിളിയിലോട്ട്. 5 ലക്ഷം പേര് ഏത് സമയത്തും അപകടത്തിൽ പോകാമെന്ന് കാലപ്പഴക്കം ചെന്ന് അതും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഡാമാ. അത്തരം കാര്യങ്ങളാ പറയുന്നേ. ഇതൊരു വിഷയമല്ല എന്നാണ് താങ്കൾ പറയുന്നത്. എന്തോ
ഇതൊരു വിഷയമല്ല എന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഇത് വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഓരോ വിഷയത്തിന്റെയും ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഓരോ വിഷയത്തിന്റെയും കാര്യങ്ങളുടെ അതിന്റെ ഗൗരവവും ഒക്കെ മനസ്സിലാക്കണം. വളരെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖല മോശമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോഴും ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. പക്ഷേ എന്ന് കരുതി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടക്കുന്നതെല്ലാം മെച്ചപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയില്ല. ആ മേഖലയിൽ പുഴുക്കുത്തുകളുണ്ട്. അത് തിരുത്താനാണ് ഒരു സംവിധാനം വേണ്ടത്. അത് പുഴുക്കുത്താണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഡോക്ടർ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് എന്താണെന്ന് നോക്കി തിരുത്തണം. ഇവിടെ ഉണ്ടായെന്താ, ഒരു കെട്ടിടം തകർന്നു വീഴുമ്പോൾ മന്ത്രി ആദ്യം ചെന്നിട്ട് പറയേണ്ടത് അവിടെ ആളുണ്ടോ നോക്കിയല്ലേ സാമാന്യ മര്യാദ. അതല്ലേ മനുഷ്യത്വം? അല്ല സാർ, ഞാൻ പറയുന്നത് ഒരു കെട്ടിടം വീണ് കഴിയുമ്പോഴാണല്ലോ ഇത് വീണെന്ന് അറിയുന്നത്. ആ വീണ് കഴിയുമ്പോഴല്ല, അതിന് മുമ്പേ അറിയണം. അതൊക്കെ പോട്ടെ, ഇനി അങ്ങനെ അറിയാൻ പറ്റിയില്ല എന്നൊക്കെ കരുതാം. പക്ഷെ വീണ് കഴിയുമ്പോഴെങ്കിലും നമ്മൾ വഴിയിൽ ഒരാൾ വീണ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അയാളെ ആദ്യം എടുക്കുകയല്ലേ വേണ്ടത്? ഞാൻ പറയുന്നത് കേട്ടോ, ഇത് മുല്ലപ്പെരിയാർ വീഴാൻ പോവുക. 100 വർഷത്തെ ഗ്യാരണ്ടിയിൽ പണിതാണ്. ഇപ്പൊ 130 വർഷമായി. 5 ലക്ഷം ജീവന് പോകാൻ റെഡിയായി. 5 ലക്ഷത്തോളം ആളുകളെ കേരളം കുറെ കാലമൊക്കെ ഉന്നയിച്ചു. പിന്നീട് സുപ്രീം കോടതി കേസും കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അത് ഇത് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടേ? അതിനൊരു സമരവും ഇല്ലല്ലോ, ഒരാളും ഇല്ലല്ലോ. അയ്യോ വീഴാൻ പോകുന്നു നിർത്തിയതല്ലേ? എവിടെ നിർത്തിയപ്പോ ഫാൻ അവിടെ നിൽക്കുകയല്ലേ? ഡാം പൊളിച്ച് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മൈക്കിളായിരുന്നു പ്രതികരിച്ചത്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം. 68 വർഷം പഴക്കമുള്ള കെട്ടിടം വീണ് ഒരു സ്ത്രീ മരിച്ചു. അപ്പൊ അത് എല്ലാം മന്ത്രിയുടെ ഭാഗത്ത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇത്രയും കാലപ്പഴക്കം ചേർന്ന കെട്ടിടമാണ്. അത് യാദൃശ്യമായിട്ട് വീണു. ഇതിനിപ്പം മന്ത്രി ഉത്തരവാദിയാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ശ്രീ സന്തോഷ്, ഒന്ന് ധാർമ്മികമായ ഉത്തരവാദിത്തം എവിടെ പഴയ കെട്ടിടം ഉണ്ടായാലും അത് ഏത് വകുപ്പായാലും ആ വകുപ്പിൻ്റെ മന്ത്രിക്കുണ്ട്. അത് പോട്ടെ, ചിലപ്പോൾ 68 വർഷം പഴക്കമുള്ള കെട്ടിടം ഇപ്പോൾ അതിൽ നിന്ന് മാറ്റി പുതിയ കെട്ടിടമൊക്കെ പണിഞ്ഞതാണ്, അതെല്ലാം ശരി, സമ്മതിക്കുന്നു. ആ കെട്ടിടത്തിൽ ബോർഡ് വെച്ചിരുന്നില്ല, അതും ചിലപ്പോൾ മന്ത്രിയുടെ എല്ലാ താഴെത്തട്ടിലെ വീഴ്ചയായിരിക്കും, അതെല്ലാം സമ്മതിക്കുന്നു. അതൊന്നുമല്ല വിഷയം. ഒരു കെട്ടിടം ഒരു സ്ഥലത്ത് തകർന്നു വീണു ഒരു 1000കണക്കിന് ആളുകൾ വരുന്ന ആശുപത്രിയുടെ നടുക്ക് നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. അങ്ങനെ ഒരു കെട്ടിടം തകർന്നു വീഴുമ്പോൾ ഇനി അവിടെ ബോർഡ് വെച്ചിരുന്നാൽ പോലും അതിനുള്ളിലേക്ക് ആളുകൾ സ്വാഭാവികമായും കയറിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും കുളിക്കാൻ പ്രത്യേകമുള്ള സംവിധാനങ്ങളൊന്നും ആശുപത്രിയിൽ ഇല്ല. അവിടെ കുളിമുറിയുണ്ട്. ആ കുളിമുറിയിലേക്ക് ആളുകൾ കുളിക്കാനൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ആളുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഒരു സാമാന്യ മര്യാദ, അതൊരു മനുഷ്യത്വമല്ലേ? അത് ചെയ്യാതെ അവിടെ ആളില്ല, അവിടെ അത് ഈ കെട്ടിടമെല്ലാം ഒഴിപ്പിച്ചാണ് എന്ന് പറഞ്ഞു പോവുകയല്ലല്ലോ വേണ്ടത്. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? അതിന് മറുപടി പറയും. അതിന് കുറച്ച് തെറ്റുവീഴ്ചകളുണ്ട്. എന്നാലും ഞാനിപ്പോ ആ ദൃശ്യം കണ്ട സ്ഥിതിക്ക് ആ സമയത്ത് തന്നെ ആ സ്ത്രീയെ അത്രയും മണ്ണിന്റെ കൂമ്പാരത്തിൽ നിന്ന് എടുത്തിട്ട് ആശുപത്രി മെഡിക്കൽ കോളേജിൽ എടുത്തത്. തെരച്ചിൽ തുടങ്ങിയ 10:30 അപകടമാണ്. തെരച്ചിൽ തുടങ്ങിയത് തന്നെ എത്ര മണിക്കായി? ഏകദേശം 12-12:30 തെരച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ. തിരയാൻ തുടങ്ങിയ അരമണിക്കൂറിനുള്ളിൽ ആ സ്ത്രീയുടെ കിട്ടി. ആ സമയത്ത് ജീവൻ പോയോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജീവൻ പോയ അവസ്ഥ പോലെ ഉറപ്പിക്കാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ അവസ്ഥയിലാണ് കിട്ടിയത്. പക്ഷെ അപ്പോൾ തന്നെ ജീവൻ പോയി. ശരി തന്നെ. ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്നത്, ഇനിയിപ്പോ ചെയ്യാൻ കഴിയുന്നതല്ല. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് മന്ത്രിയെ പിന്നെ എങ്ങനെയാണ് താങ്കൾ ന്യായീകരിക്കുന്നത്? ഇനി അല്ല, പറ്റിയത് പറ്റി. ഇനിയിപ്പം ഞാനതാ ചോദിച്ചത്, പറ്റിയ തെറ്റാണെന്ന് പറയുന്നത് എന്താണ് ഇത്ര മടി? താങ്കൾക്ക് ഇപ്പോഴും മന്ത്രി ചെയ്തത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, മന്ത്രി ചെയ്തത് ശരിയാന്നല്ല ഞാൻ പറയുന്നത്. ഇത്രയും തെറ്റാന്ന് പറയുന്നത് എന്താണ് പ്രയാസം? കാലപ്പഴക്കം ചെന്ന കെട്ടിടം വീണ് മരിച്ചു. ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അവിടെ വരുന്ന രോഗികൾക്കാണോ? അല്ലല്ല, അത് അങ്ങനെ സംഭവിച്ചത് ഒരു വീഴ്ച തന്നെയാണ്. അത് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ വീഴ്ചയാണെങ്കിൽ, വീഴ്ച വന്നാൽ, ഒരു അപകടം ഉണ്ടായാൽ അവിടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ള മാതൃകയായിരിക്കണം എപ്പോഴും അധികാരത്തിലിരിക്കുന്ന ആളുകൾ. ഇനി ആ കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെയാണ് സംഭവിച്ചു പോയി? ഇനി ആ കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിക്കുക. കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിക്കാനല്ല, കുടുംബത്തിനോട് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സർക്കാരിനും ഒരു കുടുംബത്തിനെ നഷ്ടങ്ങളൊന്നും നടത്താൻ കഴിയില്ല. അങ്ങനെ ചേർത്ത് പിടിക്കുക ആരുടെയും സഹതാപമൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവരോട് ചെയ്തത് തെറ്റാണിത്. ആ കുടുംബത്തോട് ചെയ്ത്, ആ കുടുംബം അറിഞ്ഞില്ലല്ലോ, അവിടെ ഒരു ബോർഡൊന്നും വെച്ചിരുന്നില്ലല്ലോ, അവിടെ കയറരുത്, നിങ്ങൾ കുളിക്കരുതെന്നൊന്നും. അവിടെ രോഗികൾ വരുന്നുണ്ട്, അവിടെ കയറി കുളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അവരങ്ങനെ അതിന് പോയതാണ് അവരും. എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്?
നമസ്കാരം കിരണെ. നമസ്കാരം. പ്രതികരിക്കുന്നത് ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഇതിൽ ബിന്ദുവിന്റെ കൊലപാതകം ഏറ്റെടുത്തുകൊണ്ട് 2 മന്ത്രിമാരും രാജിവെക്കണം. വാസനും വീണ ജോർജും രാജിവെക്കണം. ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇവിടെ കിരൺ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. 2.5 മണിക്കൂർ കഴിഞ്ഞ് മന്ത്രി ഒരൊറ്റ നിർദ്ദേശം കൊടുത്താൽ മതി. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ഒന്ന് തിരക്ക്, ആളുകളെങ്ങാണം പെട്ടിട്ടുണ്ടോ എന്ന് തിരക്കിയിരുന്നുവെങ്കിൽ 2.5 മണിക്കൂർ ബിന്ദു അവിടെ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കത്തില്ലായിരുന്നു. അത് മന്ത്രിയുടെ ഉദാസീനതയാണ്. കാരണം മന്ത്രി പിടിച്ചു നിൽക്കുന്നത് PR വർക്കിലൂടെ മാത്രമാണ്. മന്ത്രിക്ക് സ്വന്തമായ ഒരു അഭിപ്രായമില്ല. അപ്പൊ ആരെയും ഒന്ന് വിളിച്ചു ചോദിക്കാൻ മന്ത്രിക്ക് പറ്റുന്നില്ല. പക്ഷെ സ്വയം തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത മന്ത്രിയാണ് വീണ ജോർജ്. ഈ PR വർക്കിന് മാത്രം പിടിച്ചു നിൽക്കുന്നയാളാണ് വീണ ജോർജ്. രണ്ടാമത്തെ കാര്യം കിരൺ സൂചിപ്പിച്ചു. കിരൺ കൃത്യമായി ഇതിന് മറുപടി പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട് അവിടെ ഒന്നിൽ ഒരു ബോർഡ് വെക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ആ ബോർഡ് പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്ന് ആ ബിൽഡിംഗ് ഒക്കെ കെട്ടി മറച്ച് ഇവിടെ ആരും പോകരുതെന്ന് പറയാൻ പറ്റൂല്ലോ. ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തുകൂടാ? ഇത്രയും പബ്ലിക് വരുന്നൊരു സ്ഥലമല്ലേ ഈ ഹോസ്പിറ്റൽ. അപ്പൊ ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ ഒരു മരണം, അതല്ലെങ്കിലും ഈ ഗവൺമെന്റ് ഒരു കാര്യം ഞാൻ പറയാം കിരൺ, എന്തെങ്കിലും ഒരു സംഭവം നടന്ന് 1, 2, 3, 4, 5 പേര് മരിക്കുമ്പോൾ കണ്ണു തുറക്കും. അത് കഴിഞ്ഞുള്ള നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിരിക്കും അവർ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇത് വീണ ജോർജിന്റെയും വാസന്റെയും കുഴപ്പമാണ്. 2 പേർക്കുമെതിരെ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുക്കണം. പിന്നെ വീണ ജോർജ് പറയുന്ന ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്ന്. അതിനു മുമ്പ് ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ജയകുമാർ, 2012 പൊളിക്കാനിട്ടിരുന്ന കെട്ടിടമെന്നാണ് മന്ത്രി പറഞ്ഞത്. ആ കെട്ടിടത്തിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്നാണ് കൂട്ടിരിപ്പുകാർ പറഞ്ഞത്. അരുന്ധതി കോലപ്പറമ്പ്, ഹൈ നമസ്കാരം കിരൺ. ജയൻ പിന്നെ നമസ്കാരം. സത്യസന്ധമായ അവതരണം, താങ്കളെ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നൊക്കെ ജയകുമാർ പറയുന്നു. ജയകുമാർ, നമ്മൾ ഈ ഓരോ പാർട്ടിക്കാർക്കും അവരുടെ പാർട്ടിക്ക് എതിരായി പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് അവർക്ക് എതിരാളികൾക്ക് എതിരായി പറയുമ്പോൾ അവർക്ക് സ്നേഹവും വിരോധവും ഒക്കെ തോന്നും. അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാര്യത്തെ ആ തരത്തിൽ തന്നെ എൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് വേണം കാണണം. കേരളത്തിൻ്റെ ആരോഗ്യമേഖലയ്ക്ക് മെച്ചങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. അതൊക്കെ അംഗീകരിക്കേണ്ട നേട്ടങ്ങൾ തന്നെയാണ്. മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മെച്ചമാണ്, അതിലും യാതൊരു സംശയവുമില്ല. പക്ഷേ എന്ന് കരുതി ഈ മേഖലയിലെല്ലാം സംശുദ്ധമായിട്ടാണ് നടക്കുന്നത്, എല്ലാം പെർഫെക്റ്റായിട്ട് നടക്കുന്നത് എന്നുള്ള വിശ്വാസമൊന്നുമില്ല. ഈ മേഖലയിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒന്നാം നിരയിൽ നിൽക്കുമ്പോഴും ഒന്നാം നിരയ്ക്ക് യോജിക്കാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് തിരുത്തുകയാണ് വേണ്ടത്. അത് വിമർശനങ്ങളെ അംഗീകരിക്കണം, അല്ലാതെ വിമർശനങ്ങളെ തള്ളിക്കളയുകയല്ല വേണ്ടത്. സുനിൽകുമാർ, ഇത്രയും ദുരവസ്ഥ ഉണ്ടായിട്ട് ഇത് ന്യായീകരിക്കാൻ വരുന്നവരോട് ദൈവം പൊറുക്കട്ടെ എന്ന് സുനിൽകുമാർ പറയുന്നു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടയിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് മോഹൻദാസ് ES പറയുന്നു. ജനശാപം ഓരോ നിമിഷവും ഏറ്റുവാങ്ങുന്ന സർക്കാർ എന്ന് ജോസഫ് KM. ഷിജു കിരിയത്ത് പറയുന്നു, ഗവർണർ ഹാസ് നോ റൈറ്റ് ടു ചേഞ്ച് എനിബഡി. അനിയൻകുട്ടൻ, അത് ശരിയാണ്. അനിയൻകുട്ടൻ അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞതല്ല, നമ്മൾ ഓരോരുത്തരും അവർ പറയുന്ന ഒരു രീതിയൊക്കെ വെച്ചിട്ട് പറഞ്ഞാലല്ല. ഗവർണർക്ക് മന്ത്രിയെ മാറ്റാനും ഒന്നുള്ള അവകാശമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗവർണർമാരൊക്കെ പല മന്ത്രിമാരെയും മാറ്റുകയൊക്കെ ചെയ്തേനെ. ജയൻ ചേട്ട എന്നും കാണുന്നുണ്ട്, ബട്ട് മോളെ വിളിക്കാൻ ഇടയ്ക്ക് പോകണം, അതാണ് ചാറ്റിന് ടൈം കിട്ടാറില്ല. സുനിൽകുമാർ പറയുന്നു, സർക്കാരിനെ പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഭരണം വരേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ ജയകുമാർ പറഞ്ഞു. അതൊക്കെ ഇത്തിരി കടുത്ത കൈയല്ലേ? ഒരു അപകടം ഉണ്ടാകുമ്പോൾ തന്നെ സർക്കാരിനെ പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഭരിച്ചാൽ ഏതാണ്ട് വലിയ മെച്ചമുണ്ടാവും എന്നൊന്നുമില്ല. ജനാധിപത്യത്തെക്കാൾ എന്തായാലും ജനാധിപത്യത്തിലെ മോശപ്പെട്ട ഒരവസ്ഥയാണ് പ്രസിഡന്റ് ഭരണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നാടിന് നേട്ടമൊന്നും ഉണ്ടാവാനില്ല എന്ന ജനാധിപത്യ പാഠം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പോരായ്മകൾ ഇന്ന് കിരൺ സാറിന് മനസ്സിലായി എന്ന് സുനിൽകുമാർ പറയുന്നു. ഇന്നല്ല, പോരായ്മകളുണ്ടെങ്കിൽ പോരായ്മകളാണെന്ന് പറയും, നല്ലതാണെങ്കിൽ അത് നല്ലതാണ് എന്ന് തന്നെ പറയും. ചിലപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിലയിരുത്തലനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊളിഞ്ഞ കെട്ടിടത്തിൽ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എവിടുന്നാണ് ഈ വന്ന മന്ത്രിക്ക് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് പ്രതികരിച്ചു എന്ന് സുനിൽകുമാർ ചോദിക്കും. അതൊരു ഗൗരവമായ ചോദ്യമാണ്. ഒരു മന്ത്രി വന്നിട്ട് അവിടെ 2 പേരാണോ 4 പേരാണോ എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരാളിനും, അവിടെ ഉണ്ടായിരുന്ന സൂപ്രണ്ടിനോ അവിടുത്തെ പ്രിൻസിപ്പലിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് കാവൽക്കാരനോ ഒന്നും പറയാൻ കഴിയില്ല അവിടെ ആളുണ്ടായിരുന്നു. ഒരാൾ ചിലപ്പോൾ ഇനി കെട്ടിടത്തിൽ ഇത് അപകടാവസ്ഥയുള്ള കെട്ടിടമാണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ചില ആളുകളൊക്കെ അവിടെയൊക്കെ പോയി ഇരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വീഴില്ലല്ലോ എന്നുള്ള വിശ്വാസത്തിലൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട്. ഒരു പൊതുസ്ഥലമാണിത്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. മൈക്കിള്, സന്തോഷ്, ഈ 2 ആൾക്കാരെ എനിക്ക് അറിയില്ല. സൂപ്പിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല. പക്ഷെ സൂപ്പിന്റെ അടുത്ത നാട്ടിൽ ജനിച്ചവനാണ് ഞാൻ. അടുത്ത സ്ഥലത്ത് തേറ്റമല എന്ന് പറയും. ആ തേറ്റമലക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വയനാട്ടിലെ പോക്കിരിമാരുടെ നാടാണത്. അങ്ങനെയാണ് ആ നാട്ടിനെ പറ്റി പറയുക. അതെന്തോ ആവട്ടെ. ഇവർക്ക് 3 ആൾക്കും വേണ്ടിയിട്ട് നാളെ മുല്ലപ്പെരിയാറുടെ നിങ്ങൾ വെക്കണം കേട്ടോ. അതെന്റെ ഒരു അമ്പിളി റിക്വസ്റ്റ് ആണ്. അതും അവിടെ ഇരിക്കട്ടെ.
നമ്മൾ ഈ തൊലിക്കെട്ടിനോട് ഉപമിക്കല് കണ്ടാമൃഗത്തിനെയാണ്. പക്ഷെ ഇത് ഇപ്പൊ ഈ രണ്ട് മന്ത്രിമാരെ കണ്ടാമൃഗത്തിനോട് ഉപമിച്ചാൽ കണ്ടാമൃഗം ദേഷ്യപ്പെടും, ആ വർഗം നമ്മളോട് കോപിക്കും. ഇതിപ്പോ എനിക്ക് ഒരു കാര്യം പറയാണ്ട്, ആ സ്ത്രീ നഷ്ടപ്പെട്ടു പോയി. ഇത്രത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ അവിടെ ഒരു ബോർഡെങ്കിലും ഇവർ സ്ഥാപിക്കണ്ടേ? പിന്നെ എങ്ങനെ മനസ്സിലായി രണ്ടാളായിരുന്നു അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു? ആ രണ്ടാൾ ആദ്യം രക്ഷിക്കാൻ നോക്കണ്ടേ? അതും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒന്നുകിൽ ഡോക്ടർ ആരിസിന്റെ ശാപം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശാപം. ഡോക്ടർ ആരിസിന് ശപിക്കാൻ കഴിയില്ല. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിച്ചതാണോ എന്നറിയില്ല. അങ്ങനെ മരിക്കണം എന്നല്ലോ പറഞ്ഞത്. ആ കുടുംബത്തിനോട് ഞാൻ എന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇവിടെ എന്താ മുൻപ് CPM-ന്റെ ഗവൺമെന്റ് ഒന്നും ഇവിടെ മുൻപ് ഭരിച്ചിട്ടില്ലേ? ഇവിടത്തേക്ക് ഇവര് പോകുന്നത് CPM-ന്റെ ഇതിനേക്കാൾ കൂടുതൽ എതിർപ്പുള്ള അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ടല്ലോ CPM-ന്റെ. ശരി ശ്രീ അഹമ്മദ് ബാബ. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് പറയാം. നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഞാനെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. കിരൺ വളരെ സത്യസന്ധമായിട്ടാണ് കാര്യം പറയുന്നത്. കിരണിന്റെ രാഷ്ട്രീയം ഉണ്ടാവും, എനിക്കറിയാതെ. പക്ഷേ ഇവിടെ ഒന്നും അതൊന്നും കാണിക്കാതെ കിരണും മനുവും വളരെ സത്യസന്ധമായിട്ട് ആരും വെള്ളപൂശാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരും നിങ്ങളെ രണ്ടുപേരെയും കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പറയുന്നത് ഇത് വല്ല തലയ്ക്ക് വല്ല സുഖം ഉണ്ടാവണം. ഇപ്പൊ അഹമ്മദ് ബാബു പറഞ്ഞത് വളരെ കറക്റ്റായി. ആ മൂന്നാൾക്കാരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. കിരൺ ഏറ്റവും ഒടുവിലൂടെ ഒരാൾക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അയാൾ വായടച്ചു, അവസാനം പിൻവലിച്ചു. അപ്പൊ ഈ കാര്യം പറയാം. അപ്പൊ ബോർഡ് വെക്കേണ്ട കാര്യം ഒരു സെക്യൂരിറ്റിയെ വെക്കായിരുന്നു, അതൊന്നും ചെയ്തില്ല. പിന്നെ ഈ കുടുംബത്തോട്ടിക്ക് വാദം വന്നെന്ന് പറഞ്ഞ പോലെ ഈ ആരോഗ്യ വകുപ്പിന് അനാരോഗ്യമായി പോയി, വല്ലാത്തൊരു കഷ്ടമായി കഴിഞ്ഞു. ഈ നമ്മുടെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടതാണ് ഈ ഭരണകർത്താക്കള്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ. ഇതിപ്പോ അതൊക്കെ അതിന് പരാജയം തന്നെയാണ്. പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മോഹൻദാസ്. ശ്രീ അജയ് കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ് കുമാർ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇനി എന്തുകൊണ്ട് അപകടം ഉണ്ടായി എന്നത് മറ്റൊരു ചോദ്യം, അതിനാരൊക്കെ ഉത്തരവാദി എന്നുള്ളതൊക്കെ ചോദ്യം. പക്ഷേ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അപകടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവിടെ വീഴ്ചകളുമൊക്കെ ഉണ്ടായാലും. പക്ഷേ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വരുമ്പോൾ ചെയ്യേണ്ട ഒരു ചില പ്രാഥമിക ഉത്തരവാദിത്തമില്ലേ? അവിടെ ആളില്ല എന്ന് ഉറപ്പിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ CCTV ഒന്ന് വിശദമായി പരിശോധിച്ച് ഈ അടുത്ത സമയത്തൊന്നും ആളുകൾ അതിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ ഉറപ്പിക്കുകയാണെങ്കിൽ തന്നെ എത്രയോ സമയമെടുക്കും. അതിനു മുമ്പ് തന്നെ മന്ത്രി ഇത് ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുകയല്ലല്ലോ വേണ്ടത്. ഇവിടെ ആളുണ്ടോ എന്ന് പരിശോധിക്കൂ. ഇനി നിങ്ങൾ ഒഴിഞ്ഞാണെന്ന് പറഞ്ഞാലും എങ്ങാനും ആളുകൾ അബദ്ധത്തിൽ കയറിയിട്ടുണ്ടോ അത് പരിശോധിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാക്കേണ്ട ആളല്ലേ? ഉറപ്പല്ലേ? അത് മന്ത്രി അവിടെ കാണിച്ചത് ഏറ്റവും ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അതിന് യാതൊരു വിധമായ ന്യായീകരണവും ആരും ഏത് രീതിയിൽ പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റുകയില്ല. നമ്മളിനി അത് വിശദമായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് മറ്റൊരു ചോദ്യമാണ് എനിക്ക് പൊതുജനങ്ങളോടും സർക്കാരിനോടും താങ്കളെപ്പോലുള്ളവരും കൂടി മനസ്സിലാക്കണം. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് 8 ചീഫ് എഞ്ചിനീയർമാരുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ. സൂപ്രണ്ട് എഞ്ചിനീയർമാർ 25 പേരുണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ 76 പേരുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ 289 പേരുണ്ട്. സാധാരണ എഞ്ചിനീയറിംഗ് 639 ഉണ്ട്. ഇതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് കണക്ക് ഞാൻ എടുത്തതാണ്. ഏകദേശം 10,000 സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ 55,000-ൽ മേളിൽ സ്റ്റാഫ് ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ ഈ ബിൽഡിങ്ങോ എവിടെയെങ്കിലും ഇതുപോലത്തെ ബിൽഡിങ്ങോ അശാസ്ത്രീയമായിട്ട് നിൽക്കുന്നുണ്ട്, ഏതെങ്കിലും രീതിയിൽ അത് ഉപയോഗശൂന്യമാകാൻ സാധ്യതയുണ്ട്, ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സർക്കാരിനെ അറിയിപ്പിച്ചിട്ടുണ്ടോ, അവരതിനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? മന്ത്രി അത് പറയണം. മന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി അതിന്റെ ഉത്തരവാദിത്തം മന്ത്രിക്കാണ്. കാരണം മന്ത്രി തന്നെ ഈ കഴിഞ്ഞ തിരുവനന്തപുരം ണ്ടായ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ എല്ലാം ആർക്കൈവ്സിൽ കാണും. എല്ലാ ആഴ്ചയിലും അതോ എല്ലാ മാസവും എല്ലാ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സുമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെടാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോട്ടയത്തെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ ഏതെങ്കിലും ഡിവിഷണൽ ഹെഡ്സോ ആരെങ്കിലും മന്ത്രിയെ വിവരം അറിയിപ്പിച്ചിരുന്നോ? ഈ ബിൽഡിംഗ് ഉരുണ്ടി വീഴും, ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഞങ്ങൾ അവിടെ ബോർഡ് വെക്കട്ടെ, അല്ലെ ബോർഡ് വെച്ചോ? ഇല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി ചെയ്യേണ്ടത് ആ എഞ്ചിനീയറെ ഇപ്പൊ ഓൺ ദ സ്പോട്ടിൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം. അതാണ് മന്ത്രി ആദ്യം ചെയ്യുന്നത്. വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, ഒരു ആയിരക്കണക്കിന് പേർ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലെ തന്നെ മികച്ച ആശുപത്രികളിലൊന്നായ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വളരെ കുറച്ചു പേരുടെ ഒരാൾ മാത്രം മരണപ്പെടുന്ന അവസ്ഥയും പരിക്ക് 1-2 പേർക്കായി ചുരുങ്ങുകയും ഒക്കെ ചെയ്തത്. രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടുതൽ പേർ ആ ശുചിമുറിയിലൊക്കെ എത്താൻ സമയമായിരുന്നിരിക്കും, കൂടുതൽ അപകടം കൂടി ഉണ്ടായേനെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കിരൺ സാറേ, നമ്മുടെ
സർക്കാർ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഒരു കാര്യം പറയാം, മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട സർക്കാർ ഭൂമിയിൽ വച്ച് തന്നെയാണ് ആ ബിന്ദു എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഉദ്യോഗസ്ഥന്മാര് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഈ ഡോക്ടർ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടാതെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്തത് എന്താ? ഡോക്ടറും ഒരു ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ? ആ ഡോക്ടർ എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മളെ കൊല്ലത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെട്ടു, ഇതെന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഏതായാലും എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെയ്യണം. ഇപ്പോൾ അത് ഒട്ടും ചെയ്യുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് സാറേ എനിക്കുള്ളത്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഇടയ്ക്ക് നോക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാറിലെ വെള്ളത്തിൽ ചാടി സമരം നടത്തിയ കോടതിയല്ലേ സമ്മതിക്കാത്ത ജയകുമാർ ചോദിക്കുന്നു. വായിക്കൂ സാറേ എന്നൊക്കെ വിനു പൊതുവാൾ കുപ്ലേര് പറഞ്ഞു. എന്ത് വായിക്കാനാണ്, എല്ലാം വായിക്കുന്നുണ്ട്. ശൈലജ ടീച്ചർ ദി ബെസ്റ്റ് ടീച്ചർ അമ്മ എന്ന് ഷിജു കിരിയത്ത് പറയുന്നു. റോയ് ജോർജ്, വീണമന്ത്രി കണ്ണിലെ കാഴ്ചകൾക്ക് വില കൂടിയ കണ്ണാടി മേടിച്ചാൽ മതി, പക്ഷേ മനസ്സിൻ്റെ കാഴ്ച വേണമെങ്കിൽ നല്ല മനുഷ്യനായിരിക്കണം എന്ന് പറയുന്നു. പ്രമോദ് നാണു, JCB വരാൻ വൈകി, ഓരോ ആശുപത്രിയിലും ഓരോ JCB അനുവദിക്കുക എന്നൊക്കെ പറയുന്നു. പ്രമോദ്, JCB വരാൻ വൈകി എന്നുള്ളത് ഓരോ ആശുപത്രിയിൽ JCB അനുവദിക്കലൊന്നും അല്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട അങ്ങനെയല്ലല്ലോ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. പാർട്ടി വ്യത്യാസമില്ല എല്ലാ ജനപ്രതിനിധികൾക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് ശിവൻകുട്ടി CR പറയുന്നു. അങ്ങനെയാണ്, ആ മണ്ഡലത്തിലെ എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA-ക്കും ഒക്കെ ആ തരത്തിലേക്ക് ഉത്തരവാദിത്തമുണ്ട്. സെക്യൂരിറ്റി സ്റ്റാഫ് ഷുഡ് ബി പുട്ട് വാണിംഗ് സൈൻസ് എന്ന് പറയുന്നു ജിമ്മിയാണ്. എന്ത് അത്യാഹിതം നടന്നു, മന്ത്രിക്കും വകുപ്പിനും എന്ത് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം എന്നാണ് സുരേഷ് നായർ പറയുന്നത്. ശ്രീ ചന്ദ്രശേഖരൻ നായരാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ചന്ദ്രശേഖരൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? താങ്കൾ പറഞ്ഞോളൂ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ആ മന്ത്രി പ്രതികരിക്കേണ്ട രീതി, അതാണല്ലോ ഒരു ലീഡർ പ്രതികരിക്കേണ്ട രീതി. അങ്ങനെ ആയിരുന്നു യഥാർത്ഥത്തിൽ വീണ ജോർജ് ആ സമയത്ത് പ്രതികരിച്ചത്. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് ആ മരിച്ച ശ്രീമതി ബിന്ദു എന്ന് പറയുന്ന ആളിന്റെ കാര്യത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ആ വീട്ടുകാരോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു, ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇപ്പൊ ഈ അപകടം നടന്നിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. അത് ഒപ്പം തന്നെ നമ്മൾ ഈ ചാനലുകാര് കിട്ടിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ വീണ ജോർജിന് വെക്കിട്ട് കയറാൻ നോക്കുന്നത് തീർച്ചയായും ഒരു വളരെ അന്യായമായ ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വീണ ജോർജ് ഇപ്പോൾ കോട്ടയത്തില്ലായിരുന്നു, അവർ തിരുവനന്തപുരത്തായിരുന്നെങ്കിലോ എന്ത് പറയുമായിരുന്നു നിങ്ങള്? അങ്ങനെയില്ലേ? ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോൾ നിങ്ങളൊന്നും കട്ട് ചെയ്ത് കളയും, എന്നിട്ട് നടത്തിയ ആളിലേക്ക് പോകും. അങ്ങനെ പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോൾ ചർച്ച ചെയ്തിട്ട് പോകാറില്ല. താങ്കൾ ഗൗരവമായ വിഷയം പറയുമ്പോഴൊക്കെ താങ്കൾക്ക് ആവശ്യം പോലെ സമയം നൽകാറുണ്ട്. താങ്കളോട് ഇതിന്റെ ഇൻട്രോ മുതൽ ഞാൻ പറഞ്ഞ വിഷയം വളരെ കൃത്യമാണ്. ഒരു അപകടം നടന്ന സ്ഥലത്ത് മന്ത്രി വരുമ്പോൾ ആ മന്ത്രി അവിടെ ആളില്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ട്. ആ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിന് പകരം സ്വയം എങ്ങനെ ന്യായീകരിച്ച് രക്ഷപ്പെടാം, ഞങ്ങൾ പുതിയ കെട്ടിടം കെട്ടി അവിടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ മാറ്റിയതാണ് എന്നെല്ലാം പറഞ്ഞു മാറുകയല്ലല്ലോ വേണ്ടത്. അവിടെ ആളില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ ആളില്ല എന്ന് ആവർത്തിച്ച് നോക്കി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം, അതൊരു മനുഷ്യത്വപരമായ ഉത്തരവാദിത്തമാണ്. അത് ഒരു മന്ത്രിക്കുണ്ട്. അത് മന്ത്രി വീണ ജോർജ് ചെയ്തില്ല എന്ന് പറയുന്നതിന് എങ്ങനെയാണ് താങ്കൾ ന്യായീകരിക്കുന്നത്? ഇതിപ്പോ നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂർ ആയില്ലേ? ഇതേ കാര്യങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് പറഞ്ഞത്. കിട്ടിപ്പോയി എന്ന് പറയാൻ ഞങ്ങൾക്ക് എന്താണ്? മന്ത്രിയൊക്കെ ഏതെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ അരമണിക്കൂറായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോ അതിന് ഒത്തിരി ആംഗിളിൽ നിന്ന് ഇത് നോക്കണം. കാരണം ഈ അപകടം ഉണ്ടായത് ഒരു മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് അവിടെയുള്ള ഡോക്ടർമാരാ. അവർക്ക് ഇതുപോലുള്ള അപകടങ്ങൾ കൈകാര്യം ചെയ്ത് തീരെ പരിചയമില്ല. അവർക്ക് രോഗികളെയും അവരുടെ കാര്യങ്ങളും ഒക്കെ നോക്കിയുള്ള പരിചയമല്ലാതെ ഇതുപോലുള്ള കാര്യത്തിൽ അവർക്ക് തീരെ പരിചയമില്ല. അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടും ഉണ്ടാവില്ല. അതാണ് ഇതിനകത്തെ ആദ്യത്തെ ബലഹീനത എന്ന് പറയുന്നത്. അതേസമയത്ത് ഒരു ഹസാഡസ് ഇൻഡസ്ട്രി ആണെങ്കിൽ, ഒരു അപകടം ഉണ്ടാകുന്ന ഒരു വ്യവസായശാലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മുതൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ വരെ എല്ലാ ആൾക്കാർക്കും ട്രെയിനിങ് ഉണ്ടാവും. അതുപോലുള്ള ട്രെയിനിങ് ഒന്നും ഈ മെഡിക്കൽ കോളേജിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹസാഡസ് ഇൻഡസ്ട്രിയിൽ മാസത്തിലൊരിക്കൽ മോക്ക് ഡ്രിൽ ഉണ്ടാവും. ഒരു അപകടം ഉണ്ടായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ഇങ്ങനെയുള്ള മോക്ക് ഡ്രില്ലൊന്നും ഈ മെഡിക്കൽ കോളേജിലോ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാവാറില്ല.
അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ പരിചയക്കുറവ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലുള്ള അതിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ ആരാണോ ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും അവിടെ ആരും ഇല്ല, അങ്ങോട്ട് ആൾക്കാർ പോകാറില്ല, ഞങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് എന്ന് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രി പ്രഥമ ദൃഷ്ടിയ അവരെ വിശ്വാസത്തിലെടുക്കുക ചെയ്യുക. അത് മന്ത്രി ശ്രീകൃഷ്ണൻകുട്ടി അതിനെങ്കിൽ മന്ത്രി വേണ്ടല്ലോ, ഈ വകുപ്പിന്റെ സെക്രട്ടറി ഭരിച്ചാൽ മതിയല്ലോ, മന്ത്രി വേണ്ടല്ലോ. ഉദ്യോഗസ്ഥർ പറയുന്നതെല്ലാം കേട്ട് അപ്പടി വിശ്വസിച്ചിട്ട് പറയാനാണെങ്കിൽ എന്തിനാണ് മന്ത്രി? നിങ്ങൾക്ക് മന്ത്രിയുടെ മെക്കിട്ട് കയറാൻ അവസരം, ഞങ്ങൾക്ക് മന്ത്രിയുടെ മെക്കിട്ട് കയറുകയല്ല ആവശ്യം. താങ്കൾ പറയുന്ന ന്യായത്തിന് ആണ് മറുപടി പറഞ്ഞത്. അവരത് പറഞ്ഞു കാണും, അതുകൊണ്ട് അവരത് പറഞ്ഞു എന്ന് പറയാനെങ്കിൽ മന്ത്രി വേണ്ടല്ലോ. ഈ നാട്ടിൽ എന്തിനാണ് ഭരണകൂടം? ഭരണകൂടം വിവേചനപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനും രാജ്യത്തെ നയിക്കാനും വേണ്ടിയാണ് ഭരണകൂടം ഉള്ളത്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഭരിച്ചാൽ മതിയല്ലോ. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വന്ന് JCB വെച്ച് കാര്യങ്ങൾ നോക്കേണ്ടത്. എപ്പോഴാണ് തെരച്ചിൽ തുടങ്ങിയത്? എത്ര മണിക്കാണ് തെരച്ചിൽ? മന്ത്രി ആദ്യം എന്താണ് പ്രതികരിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്, മന്ത്രിയുടെ ദൗർഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ മന്ത്രി തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യിക്കണമായിരുന്നു. എവിടെ ഇരുന്നാലും അങ്ങനെയല്ല, അവിടെ നേരിട്ട് കണ്ടിട്ട് പോലും ചെയ്തില്ല. ഈ നാട്ടിൽ ഏതൊരു ഫാക്ടറിയിൽ എന്തൊരു അപകടം ഉണ്ടായാലും മറ്റേതൊക്കെയല്ല ശ്രീകൃഷ്ണൻകുട്ടി, വളരെ സിമ്പിൾ ആണ്. റോഡിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ, ഒരു വാഹനം വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വാഹനത്തിനടിയിൽ ആളുണ്ടോ എന്ന് നോക്കുക. അതില്ല എന്ന് ഒരാൾ പറഞ്ഞാലും വീണ്ടും ആവർത്തിച്ച് നോക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. നിങ്ങൾ ചാനലുകാരെ ഈ അവസരം ദുർവിനിയോഗം ഞങ്ങൾ ഒരു ചാനലുകാരും ദുരുപയോഗം ചെയ്യുന്നില്ല. താങ്കളൊക്കെ ഇതിനെ തെറ്റിദ്ധരിച്ച് മന്ത്രിയോട് തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ തയ്യാറാകാണ് വേണ്ടത്. അപകടസ്ഥലത്ത് മന്ത്രിക്കല്ല ആദ്യം വരേണ്ടത്. ആദ്യം വരേണ്ടത് അപകടം കൈകാര്യം ചെയ്യുന്ന ആരാണ്? മന്ത്രി കൂടി അവിടെ വന്ന പുറത്തു നിന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, മന്ത്രിക്ക് പറ്റിയ തെറ്റ് മന്ത്രിയുടെ അതന്നെയുള്ള മന്ത്രിക്ക് ആ സമയം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അതൊരു വലിയ ഒരു വീഴ്ചയാണെങ്കിൽ ആ വീഴ്ച അംഗീകരിക്കാണ് വേണ്ടത്. ഇനി ഇതിന്റെ ബാക്കി കൂടെ പറയട്ടെ. അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യ സ്ഥലത്ത് എത്തേണ്ടത് അവിടെ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഡോക്ടർമാരൊന്നും അതിന് ട്രെയിൻഡ് അല്ലാത്തത് കൊണ്ട് ഫയർഫോഴ്സ് വരണം, പോലീസ് വരണം. ഇതാണ് അവരാണ് ആദ്യം ചെയ്യേണ്ടത്. ആരും പറയാതെ വന്നതിന് ശേഷമാണ് മന്ത്രി വന്നത്. പറയുന്ന കേൾക്കൂ, ആരും പറയാതെ തന്നെ ഈ ഫയർഫോഴ്സും പോലീസും കൂടെ അവിടെ തെരച്ചിൽ ആരംഭിക്കേണ്ടതായിരുന്നു. അത് എന്തുകൊണ്ട് മന്ത്രി അവിടെ വരുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു അവിടെ തെരച്ചിൽ ആരംഭിക്കാനല്ല പറയുന്നത്. അവിടുത്തെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ക്ഷമിക്കണം, അധികാരമുള്ള ആളാരാണ്? മന്ത്രിയാണ്. ആ മന്ത്രി തന്നെ പറയുന്നു അവിടെ ആളില്ല, ഇത് ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുന്നു. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ല, ഇവിടെ എല്ലാം കൃത്യമായ ബൈറ്റ് എല്ലാ ഞങ്ങളുടെ ക്യാമറയിലടക്കം നിന്ന ബൈറ്റുകളുണ്ട്. നിങ്ങളുടെ മന്ത്രിക്ക് പറ്റിയ ദൗർഭാഗ്യം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മന്ത്രിയുടെ പറ്റിയ തെറ്റ് അംഗീകരിച്ചാൽ മതി. അല്ലാതെ തെറ്റ് ഏത് മനുഷ്യരും തെറ്റൊക്കെ പറ്റും. തെറ്റ് വരുന്ന തെറ്റ് അംഗീകരിക്കണം, അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. എന്നിട്ട് സമയം തന്നില്ല, മാധ്യമങ്ങളുടെ അജണ്ടയാണ് എന്നൊന്നും പറയരുത്. മന്ത്രി പറയേണ്ടിയിരുന്നത് അത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് മാത്രം ഒറ്റ വാക്ക് പറഞ്ഞാൽ മന്ത്രി പറഞ്ഞാൽ അന്വേഷിച്ചിട്ട് പറയാന്നല്ല മന്ത്രി പറയേണ്ടത്. മന്ത്രി പറയേണ്ടത് അവിടെ തെരച്ചിൽ നടത്താൻ അവിടെ ഉത്തരവ് കൊടുക്കുമായിരുന്നു. തെരച്ചിൽ എടുക്കാൻ നിർദ്ദേശം കൊടുത്ത് തെരച്ചിൽ വീണ്ടും ആവർത്തിച്ച് തെരഞ്ഞ് അവിടെ ആളില്ലെന്ന് ഉറപ്പാക്കലായിരുന്നു മന്ത്രിയുടെ ഉത്തരവാദിത്വം. തെരച്ചിൽ നടക്കണോ വേണ്ടത് ആ സ്പോട്ടിൽ നിൽക്കുന്ന ആളാണ് ഓൺ ദ സ്പോട്ട് തീരുമാനം എടുക്കേണ്ടത്, മന്ത്രിയല്ല. ശരി, ഓക്കെ. താങ്കൾ എത്ര പറഞ്ഞാലും താങ്കളെ പോലുള്ളവരൊക്കെ ഏത് പാർട്ടിയായാലും ഏത് സംവിധാനമായാലും ആ സംവിധാനത്തിൽ പിഴവുണ്ടെങ്കിൽ പിഴവ് ചൂണ്ടിക്കാണിച്ച് തിരുത്തുക എന്നുള്ളതാണ്. വിമർശനവും സ്വയം വിമർശനവും ചേർന്നതാണ് കമ്മ്യൂണിസ്റ്റ് രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം വിമർശിക്കാതെ അന്ധമായി ന്യായീകരിക്കലല്ല ഏതിനെ നന്നാക്കാനുള്ള വഴി. അങ്ങനെ ന്യായീകരിച്ചാൽ അവസാനം ഉണ്ടാകുന്നത് മറ്റൊന്നായിരിക്കും. ശ്രീമതി ശൈലജയാണ് മാറാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ശൈലജ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ മരടാണ്, സ്ഥലം മാറിപ്പോയി. ക്ഷമിക്കണം സാറാ, ഇംഗ്ലീഷിൽ പെട്ടെന്ന് എഴുതിയപ്പോൾ തെറ്റി വായിച്ചു. ഞാനിത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവര് പറയണത് ഒന്നും ഒരു ശരിയായിട്ട് എനിക്ക് തോന്നണില്ല. നമ്മൾ ജനങ്ങളാണ് ഇവരെ മന്ത്രിമാരെ ജയിപ്പിച്ചു വിടണത്. അവരെന്താ ചെയ്യേണ്ടത്? അവരൊരു പ്രാവശ്യമെങ്കിലും ഈ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ എങ്ങനെയുണ്ട്, അവിടുത്തെ രോഗികൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ എങ്ങനെ പോണു എന്നുള്ളത് ഇവര് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുകയാണ്.
മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. വളരെ അതിദാരുണമാണ്. ആദ്യമായി ആ മരിച്ച ആ വീട്ടമ്മയോടുള്ള നമ്മൾ അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. ഞാൻ ബോംബെയിലൊക്കെ പഴയ കാലത്ത് എത്ര വർഷം മുമ്പാണ് റെപ്രസെന്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് അവിടെ ഈ പ്രൈവറ്റ് ഓണർഷിപ്പിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അവരെ ഒഴിഞ്ഞു കൊടുക്കില്ല, ഉറപ്പത്തിനൊക്കെ കെട്ടിടം അപ്പൊ വലിയ ബോർഡ് വെട്ടണം നിയമമുണ്ട്. ആ ഉറപ്പത്തിനാണ് ഉത്തരവാദിത്വം. ദിസ് ഈസ് എ ഡയലാപ്പിഡേറ്റഡ് സ്ട്രക്ചർ ആൻഡ് ദോസ് ഹു എൻ്റർ ദിസ് ബിൽഡിംഗ് ആർ ഡൂയിങ് അറ്റ് ദെയർ ഓൺ റിസ്ക് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊക്കെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ബിൽഡിംഗാ. ഇന്നും വേണമെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടാവും ഒരു കുഴപ്പമില്ലാതെ. ഇതങ്ങനെയൊന്നുമല്ല, ഗവൺമെന്റ് കോൺട്രാക്ട് കൊടുത്ത ബിൽഡിംഗ് അല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തത്തിനൊന്നും ഒരുത്തരും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത് MBBS പഠിച്ച ഡോക്ടർ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നൊന്നും പറഞ്ഞത് ശരിയല്ല. ഇതിൽ ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കൃത്യമായിട്ട് അത് കൊടുക്കണം. ഇപ്പൊ ഞാൻ ആ വികാരക്ഷോഭം കണ്ടു ആൾക്കാരുടെ വീണ ജോർജിന്റെ വീടിന്റെ മുമ്പിൽ ഇതൊക്കെ. ഇനി നാളെ മറ്റൊരു സർക്കാർ വന്നാലും ഇത് ആവർത്തിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. ഇത് പാഠമായിരിക്കണം. ഇപ്പൊ വല്ല UP-യിലോ ബീഹാറിലൊക്കെ നടന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇപ്പൊ ഇവിടെ. അയ്യോ, അവിടുത്തെ ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ ഇവ മാത്രമേ ഉള്ളൂ. ശരിയാണ്, ആരോഗ്യരംഗത്ത് കുറെയൊക്കെ പുരോഗതിയുണ്ട്. പക്ഷെ ഇത് ജനങ്ങൾ ശരിക്കും എത്തിക്കണം. നമ്മൾ സുധാകരൻ മന്ത്രി ഉണ്ടായിരുന്നു മുമ്പ് PWD. അങ്ങോട്ട് വീണ്ടും ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ആൾക്കാരെ ഫയർ ചെയ്തും പിടിച്ചും കാര്യങ്ങൾ നടത്തുന്നത്. ആ കാര്യത്തിൽ കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം. അതുകൊണ്ട് ഈ ഹോസ്പിറ്റലുകൾക്കൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അത് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും അശ്രദ്ധമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അനാസ്ഥ ഉണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരി, ശ്രീ ഡേവിഡ് വിജയ്, താങ്കളെ പ്രവക്ത ശ്രീ വത്സമ്മയാണ് കോട്ടയത്ത് നിന്നാണ്. ശ്രീമതി വത്സമ്മ, താങ്കൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ആളായിരിക്കുമല്ലോ? അതെ 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 അതെ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടെ പോയിട്ടുണ്ട്. ഇവിടെ ചികിത്സ ചെയ്തോണ്ടിരിക്കുന്നയാളാ ആണല്ലേ? അപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഇതിന്റെ ഒരു സത്യം പറയട്ടെ. പറഞ്ഞോളൂ. ഇതിനു മുമ്പ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ 2 മന്ത്രിമാര് ആരോഗ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും. അവര് ഇങ്ങനെ ആശുപത്രികൾ സന്ദർശിക്കാൻ പോകുമായിരുന്നു. അവിടുത്തെ പിഴവുകളൊക്കെ മനസ്സിലാക്കുമായിരുന്നു. ഞാൻ എന്നാ ഒരു സത്യം പറയട്ടെ, ഒരു മന്ത്രിയായിരിക്കാനുള്ള ഒരു പ്രായപരിധി ഈ വീണ ജോർജിനില്ല. അങ്ങനെയുള്ള ഒരാളെ പിടിച്ചാണ് ഈ മന്ത്രിയാക്കിയിരിക്കുന്നത്. പിന്നെ താങ്കൾ പറയുന്നുണ്ടല്ലോ, എല്ലാവരും പറയുന്നുണ്ട്, എല്ലാ ചാനലിലും പറയുന്നുണ്ട്, അതിന്റെ അപകടം പറ്റി
അവിടെ അവിടെ അത് പിന്നെ ഉപയോഗശൂന്യമായിരുന്നു, അവിടെ ആളില്ല, അത് പൂട്ടിയിട്ടിരിക്കുന്നതാന്നൊക്കെ ഇവർ വന്ന് പറഞ്ഞല്ലോ 2 മന്ത്രിമാര്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അവിടെ ഒന്ന് പരിശോധിക്ക്, ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാനായിട്ടുള്ള ഒരു വിശാല കാര്യപ്പിടിപ്പ് ഈ വീണയ്ക്കില്ല. അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചാണ് മന്ത്രിയാക്കുന്നത്. അതിന്റെ പിഴവാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അത് ഞാൻ ഈ പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ ഒത്തിരി പേര് ഇതിനകത്ത് സംസാരിച്ച് വീരവാദം അടിച്ചല്ലോ, അവരൊന്ന് മനസ്സിലാക്ക്. ഇപ്പം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ സത്യം വിളിച്ച് പറഞ്ഞപ്പം അയാളുടെ മെക്കെട്ട് കയറുകയല്ലേ അല്ലേ? അവരെ തെറ്റ് പറഞ്ഞാൽ, തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുക എന്നാ വേണ്ടത്. അപ്പൊ അവരെ പിരിച്ചുവിടുക, ട്രാൻസ്ഫർ ആക്കുക, പിന്നെ സസ്പെൻഷനിൽ ഇടുക, ഇതൊക്കെ എല്ലാവരുടെ പണി. ശ്രീമതി വത്സമ്മ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതിനെതിരെ അങ്ങനെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഇത് മാത്രമല്ല, അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ ആ ഡോക്ടർ പറഞ്ഞത് ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ്. മന്ത്രി ആരാ? വനമന്ത്രി ഇല്ലേ? അതൊക്കെ ഇവര് മറ്റു വിഷയങ്ങളൊക്കെ പറയാതിരിക്കാനൊക്കത്തില്ല. ശരി, അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാം. ശ്രീമതി വത്സമ്മ, നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രഞ്ജിത്താണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രഞ്ജിത്ത്, താങ്കൾക്ക് പറയാം. രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കേണ്ട ഒരു സമയമാണിത്. കാരണം ഇത്രയും അരക്ഷിതമായ ഒരു അവസ്ഥ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അത് സാധാരണ ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രശ്നം വന്നപ്പോൾ തന്നെ ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ അതിനെതിരെ സർക്കാർ വലിയൊരു പ്രതിരോധം തീർത്തു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു കാരണവശാൽ ആരോഗ്യവകുപ്പ് മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആരോഗ്യമന്ത്രി വീണ രാജിവെച്ച് പുറത്തു പോകണമെന്ന് തന്നെയാണ്. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, സാധാരണ ബുദ്ധിയും വിവേകവും പ്രായം ചെന്നാൽ പോലും ഈ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരോട് വളരെ പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഐ എം സോ സോറി ടു ടെൽ യു. ഒരു തെറ്റ് സംഭവിച്ചു, ആ തെറ്റിനെ ന്യായീകരിക്കാൻ പെടുന്ന ഒരു പെടാപ്പാടെ ഈ മന്ത്രി എന്ന് പറയുന്നത് ഒരാളിന്റെ കുടുംബ സ്വത്തല്ല, അത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ കാര്യം നോക്കാനുള്ള ഉള്ളതാണ്. എല്ലാ മന്ത്രിമാരും, ഏതൊരു മന്ത്രി, ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നതും മുമ്പ് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നതും ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്. അപ്പൊ കുറ്റം പറയും, അവരെ തന്നെ പറയും. ഒരു പാളീസ വന്നു കഴിഞ്ഞാൽ അവരെയാണ് പറയുന്നത്, അല്ലാതെ റോട്ടെ പോലവരെ പറയാൻ പറ്റില്ല. അപ്പൊ അവരെ പറയുമ്പോൾ അവരെ ന്യായീകരിക്കാൻ പെടുന്ന ഒരു പാടെ ഇപ്പോ ഈ സർവത്ര മേഖലകളിലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാര്യം അറിയോ, ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കണം. ഇവരെ രണ്ടാമതെടുത്ത ജനങ്ങൾ ഇത് അനുഭവിച്ച് തീർക്കണം. നിങ്ങൾക്ക് ഇനിയും കിട്ടും. ശ്രീ പ്രദീപ, നമ്മളൊരു വീഴ്ച വരുമ്പോൾ വീഴ്ച പറയാം, അതിന് ജനങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ പറയുന്നതില്ലാത്ത അർത്ഥമില്ല. ജനങ്ങൾ ഓരോ സമയത്തും ഏറ്റവും അനുയോജ്യരായ ആളുകളെ തന്നെയാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലും തിരഞ്ഞെടുത്ത ആളുകളെല്ലാം ജനങ്ങൾ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് മാറുന്നതിൽ അർത്ഥമില്ല. കിരണെ, ഒരു മനുഷ്യന്റെ അവന്റെ ജീവിത അവസാനം ഓരോ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് അവന്റെ നാട് നന്മയിലോട് വരാൻ വേണ്ടിയാണ്. കഴിവുകെട്ട ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ അനുഭവിക്കും. നിങ്ങൾ അനുഭവിക്കുക, നിങ്ങൾ ദുരന്തത്തിന് അനുഭവിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ടിക്കാർക്കും അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഒക്കെ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ കാണും. എന്തായാലും ജനാധിപത്യത്തിൽ ആർക്കാണോ കൂടുതൽ വോട്ട് നൽകുന്നത്, ആർക്കാണോ കൂടുതൽ പേർ അംഗീകരിക്കുന്നത്, അവിടെയാണ് ജയിക്കുന്നത്. ശ്രീ റഫീഖാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ റഫീഖ്, താങ്കൾക്ക് പറയാം. സാറേ, എൻ്റെ പേര് റഫീഖ്. എനിക്ക് പറയാനുള്ളത്, പണ്ടൊരു കോവിഡ് രോഗി ചക്ക വീണ് മരിച്ചപ്പം നമ്മളെ മന്ത്രി പറഞ്ഞത് ചക്ക വീണ കൊണ്ട് ആ രോഗി മരിച്ചതെന്നാ. ഹലോ, എനിക്ക് മനസ്സിലായില്ല താങ്കൾ പറഞ്ഞത് എന്താണെന്ന്. പണ്ടൊരു രോഗി കോവിഡ് വന്ന് മരിച്ചപ്പം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് തലേ ചക്ക വീണ മരിച്ചതെന്നാ. എന്താണ് അങ്ങനെ ഒരു സംഭവം? എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സാറേ. ഇപ്പം അവര് ഈ കെട്ടിടം വീണ് മരിച്ചത് അറ്റാക്കായി മരിച്ചു എന്ന് പറയാതിരുന്നാൽ നന്നായിരുന്നു. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ മരിച്ചതിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇല്ലാത്തൊരു സാധനം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ശ്രീ എൽദോസ് ആണ് മൂവാറ്റുപുഴയിൽ നിന്നാണ്. ശ്രീ എൽദോസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ എൽദോസ്, കേൾക്കാമോ? പറഞ്ഞോളൂ. എനിക്ക് 50 വയസ്സ് പ്രായമുണ്ട്. ഈ കാലം അത്രയും ഇതുവരെ ഒരു നാറിയ ഭരണം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് താങ്കൾക്ക് അത്ര അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാൻ? നമ്മുടെ ജീവിതമേ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയല്ലേ ഇവര്. എന്ത് ബുദ്ധിമുട്ടാണ് താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായത്?
എന്താണ് എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരുപോലെയുള്ള എന്താണെന്ന് ചോദിച്ചതാണ്. എന്ത് ബുദ്ധിമുട്ടാണ് താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായത്? ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇത് ഇങ്ങനെ സമാനമായ സംഭവങ്ങൾ ബുദ്ധിമുട്ടുകളെ അവഹേളിക്കരുത്. അല്ല, താങ്കൾക്ക് ഇതുവരെ ഈ 50 വർഷത്തെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്താ ബുദ്ധിമുട്ടാണ്? അപ്പൊ ഞങ്ങൾക്കാർക്ക് പറഞ്ഞുകൂടാത്ത അത്ര വലിയൊരു ബുദ്ധിമുട്ട് താങ്കൾക്ക് എന്താണ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചാണ്. ഇതുവരെ ഉണ്ടാകാത്ത ഒരു കുഞ്ഞിനും ഉണ്ടാവാത്ത ബുദ്ധിമുട്ടുകളാണ് ഈ 2025-13 മുതൽ ഈ പിണറായി സർക്കാർ വന്നതിന് പിന്നെ ഉണ്ടായിരിക്കുന്നത്. അല്ല, അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചത് അതല്ലേ? ഒന്നും പറയാനില്ല, ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അതെ, ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാൻ ഒന്നോ രണ്ടോ വലിയ ബുദ്ധിമുട്ടുകളുണ്ടോ താങ്കൾക്കുണ്ടായ? എന്തായാലും അദ്ദേഹം കടുത്ത ഇടത് വിരുദ്ധരാണെന്ന് തോന്നുന്നു. നമുക്ക് വിമർശനങ്ങൾ ആവാം, വിമർശനങ്ങളൊക്കെ ആവുകയും വേണം, അല്ലാതെ ന്യായീകരിക്കലല്ല വേണ്ടത്. അതുപോലെ തന്നെ വിമർശിക്കുന്നവരും കാണേണ്ടത് ഒരു സിസ്റ്റത്തെ നന്നാക്കാൻ വേണ്ടി ആവണം എല്ലാ വിമർശനങ്ങളും. അതിനപ്പുറത്തേക്ക് നമ്മുടെ എതിരാളിക്കൊരു വീഴ്ച വന്നു കിട്ടി അതുകൊണ്ട് അവരെ അങ്ങ് കൊന്ന് നശിപ്പിച്ചേക്കാം എന്ന മട്ടിലാവരുത് ഏത് വിമർശനങ്ങളായാലും. അതുപോലെ നമ്മുടെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ പോലും നമ്മുടെ പക്ഷത്തൊരു തെറ്റ് വന്നാൽ തെറ്റാണ്, അത് അംഗീകരിച്ച് അതിനെ തിരുത്തി മുന്നേറുക എന്നുള്ളതാണ്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ, തെറ്റുകൾ അംഗീകരിച്ച് തിരുത്തി മുന്നേറുക എന്നുള്ളത് തന്നെയാണ്. അതിനെ ന്യായീകരിക്കലോ അല്ലെങ്കിൽ അവരെ അപ്പാടെ തള്ളിക്കളയലോ ഒന്നുമല്ല, അല്ലെങ്കിൽ അവരെ അപ്പാടെ കുഴപ്പക്കാരായി ചിത്രീകരിക്കലോ അല്ല ശരിയായ ഒരു മാർഗം. ശരിയായ ജനാധിപത്യ രീതിയും അത് അല്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.